എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞു തരുന്നത് എന്നാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ കാര്യമായി പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ജനനത്തിൽ ഒരു അസാധാരണത്വമുണ്ട്, പിതാവില്ല എന്നൊരു വിഷയം. പക്ഷേ ജനിക്കാൻ വേണ്ട 3 ഘടകങ്ങളിൽ ഒന്നേ ഇല്ലാത്തതുള്ളൂ, ബാക്കി 2 അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പിതാവില്ല എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ ദൈവമോ ദൈവത്തിന്റെ പുത്രനായോ പറയരുത് എന്നാണ് ഖുർആന്റെ രീതി. ആ സംസാരത്തിലേക്ക് പോകരുത്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം കമസലി ആദം, ആദമിനെ പോലെ. അല്ലാണ്ട് എന്താ? ഖലഖഹു മിൻ തുറാബ്, ആദം അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ, നീ ഉണ്ടാവൂ എന്ന് പടച്ചവൻ കൽപ്പിച്ചു. ഫയകൂൻ, അപ്പോൾ ആദം ജീവനുള്ളവനായി മാറി. ആദം അലൈഹി ഇസ്ലാമിന് എവിടെ പിതാവ്? ആദം അലൈഹി ഇസ്ലാമിന് എവിടെ മാതാവ്? പിതാവില്ലാത്തവനൊക്കെ ദൈവത്തിന്റെ പുത്രനാവുകയാണെങ്കിൽ ആ വിശേഷണത്തിന് കൂടുതൽ അർഹത ആദം അലൈഹി ഇസ്ലാമിനല്ലേ? അതാ ഖുർആന്റെ ചോദ്യം. കാരണം ആദമിന് പിതാവുമില്ല മാതാവുമില്ല. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ മാതാവെങ്കിലും ഇല്ലേ? അപ്പൊ പിതാവില്ലാതെ ജനിച്ചവരൊക്കെ ദൈവത്തിന്റെ പുത്രനാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങൾ ആദ്യം പറയേണ്ടത് ആദമിനെ പറ്റിയല്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ആദമിനെ പറ്റി ദൈവപുത്രൻ എന്ന് പറയാത്തത്? ഇതാ ഖുർആന്റെ ചോദ്യം. പക്ഷെ പിന്നെ എന്തുണ്ടാവണം? റൂഹ് ഉണ്ടാവണം ജനിക്കാൻ. പിന്നത്തെ സൃഷ്ടിപ്പിൽ വന്നൊരു മനുഷ്യനൊക്കെ ഒരു ആത്മാവുണ്ട്, റൂഹ്. അത് അള്ളാഹു പറഞ്ഞു റൂഹും മിന്നു, ഞാൻ നൽകാം ആ റൂഹ് എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ റൂഹ് അള്ളാഹു നൽകിയത് തന്നെയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് മാത്രമല്ല, നമ്മുടെ എല്ലാം റൂഹ് അങ്ങനെയാണ്. ആദം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, കളിമണ്ണ് കൊണ്ട് കോലമുണ്ടാക്കിയതിന് ശേഷം നാം നമ്മുടെ റൂഹ് അതിലൂതി. നമ്മുടെ റൂഹ് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ റൂഹിന്റെ ഒരു ഭാഗമെടുത്ത് ഊതി എന്നല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റൂഹ്. എന്റെയും നമ്മുടെ ശരീരത്തിലൊക്കെ നിൽക്കുന്ന റൂഹും അള്ളാഹുവിന്റെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് യാതൊന്നുമില്ല. അപ്പൊ റൂഹ് വേണം ഒരാൾ ജനിക്കാൻ, അതുണ്ട്. ഇനി വേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഒരു ഉത്തരവ് വേണം, ഉണ്ടാവണം, അതുണ്ട്. കെലിമത്തും മിൻഹു, അതാണ്. പടച്ചവനൊരു വചനം പറഞ്ഞു, ഉണ്ടാവൂ എന്ന വചനം പറഞ്ഞു, അപ്പൊ ഉണ്ടാവുകയും ചെയ്തു. ഇനി നമ്മുടെയൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തില് പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് അത്ര വിദൂരമല്ല ബുദ്ധിപരമായി. ഏതെങ്കിലും ഒരു ജീവിയുടെ, മനുഷ്യന്റെ ഒരു സെല്ലിന്റെ ഒരു ഭാഗം കിട്ടിയാൽ അതുകൊണ്ട് അതേ സ്വഭാവമുള്ളൊരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചെത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുമ്പോഴേക്ക് അസംഭവ്യം എന്ന് പറയേണ്ടതില്ല, സംഭവ്യമാണ്. പക്ഷെ അതൊരു മനുഷ്യന്റെ ജന്മം മാത്രമാണ്, മനുഷ്യജന്മം മാത്രമാണ്. അവിടെ ദൈവാംശമോ ദൈവപുത്രൻ അംശമോ ഉണ്ടാവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ മനസ്സിലാക്കി തീർന്നത്. പിന്നെ കാര്യമായി ഖുർആൻ എടുത്തു പറയുന്ന ഒരു കാര്യം, അദ്ദേഹം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു എന്നാണ്. ഫഅശാറത്ത് ഇലൈഹി, വളരെ ചുരുക്കുകയാണ് ഞാൻ. മറിയം അലൈഹി ഇസ്ലാം ആ കുട്ടിയെയും ഗർഭം ചുമന്നുകൊണ്ട് വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവർ ആംഗ്യം കാണിച്ചു ഈ കുട്ടിയുടെ നേരെ. എവിടുന്നാണ് നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത്? നീ എങ്ങനെ ഇത് ചെയ്തു എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോ അപ്പൊ അവര് ചോദിച്ചു, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ, എന്താണ് മറിയം നീ ചെയ്യുന്നത്? നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ഈ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കുകയോ? നീ എന്താണ് ഈ ചെയ്യുന്നത്? തൊട്ടിലിൽ കുഞ്ഞു പ്രായത്തിലുള്ളവൻ എങ്ങനെയാ സംസാരിക്കുക എന്ന് ചോദിച്ചു അവർ. ഖാല, ആ നേരം ഈസാ നബി അലൈഹി ഇസ്ലാം കുഞ്ഞായിരിക്കുന്ന കുട്ടി പറഞ്ഞു, അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജാലിനി നബിയ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകും, ഞാൻ വലുതായാൽ അവൻ എന്നെ പ്രവാചകനാക്കി തീരുമാനിക്കുകയും ചെയ്യും, തിരഞ്ഞെടുക്കുകയും ചെയ്യും. എന്റെ മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം എനിക്കുണ്ട്, നമസ്കാരവും സക്കാത്തും നിർവഹിക്കണമെന്ന് എനിക്ക് കൽപ്പനയുണ്ട് എന്നേതാനും വാക്കുകൾ ആ കുട്ടി സമയത്ത് സംസാരിച്ചു. ഇത് സാധാരണ ക്രിസ്ത്യാനികൾ അംഗീകരിക്കാറില്ല, പൊതുവെ നല്ലൊരു ശതമാനം. അവര് പറയാറ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. പക്ഷെ ഖുർആൻ പറയുന്നതാണ് അതിന്റെ ശരി, ഇത് നമുക്ക് ഉറപ്പാണ്. അവർക്ക് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു ഇത്? അവർക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് ഖുർആന്റെ വാദം. അത് നിങ്ങൾക്കറിയില്ല എന്താണ് ഉണ്ടായത്. അവർ പറഞ്ഞുണ്ടാക്കുന്ന ന്യായം എന്താണെന്നറിയോ? ഞങ്ങളെ പക്കലുള്ള സുവിശേഷങ്ങളിലൊന്നും ഈ ഒരു ഭാഗം ഉദ്ധരിച്ച് കാണുന്നില്ല എന്നാണ്. അതുണ്ടാവാനിടയില്ലല്ലോ. കാരണം യഥാർത്ഥ സുവിശേഷമായ ഇഞ്ചീൽ നഷ്ടപ്പെടുകയും പിന്നീട് ആരാണ്ടോ എഴുതി ഉണ്ടാക്കിയ കള്ള പുസ്തകങ്ങളുമായല്ല നടക്കുന്നത്. അത് കള്ളമാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള ഭാഗം പടച്ചവനോടെ ബാക്കി വെക്കാണ്ടിരിക്കില്ലല്ലോ. അതാ കാര്യം. ഇവിടെയും ഉണ്ടാകും ഒരു സംശയം, ഒരു അത്ഭുതത്തിന്റെ വശം. ഈസാ നബി അലൈഹി സ്വലാം മാത്രം അല്ല, മറ്റ് 3 പേർ കുട്ടിപ്രായത്തിൽ, തൊട്ടിൽ പ്രായത്തിൽ ഇറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച്
ആമിനയ്ക്കുണ്ടായ ഗർഭത്തെ സംബന്ധിച്ച് യാതൊരു വിശദീകരണം ഈ കിതാബ് നൽകിയില്ല. ആമിന എന്നോ ആയിഷ എന്നോ ഖദീജ എന്നോ ഫാത്തിമ എന്നൊക്കെ പറയുന്ന പേരിൽ ഒരധ്യായം പോലും ഈ ഖുർആനിലില്ല, ഒന്നും പറയാൻ പോയില്ല. പകരം തൊട്ട് മുമ്പ് കടന്നുപോയ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് അവരുടെ ജനനം മുതൽക്ക് പറഞ്ഞു തുടങ്ങി. എന്തിന്? നേരത്തെ നമ്മൾ ആദ്യം കേട്ട ആയത്തിൽ പറഞ്ഞ മാതിരി വലിയൊരു നുണ, തെറ്റിദ്ധാരണയൊക്കെ, അബദ്ധധാരണ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ മാതാവിനെ പറ്റിയും നിലനിൽക്കുന്നത് ഇല്ലാതാക്കുക, സത്യം പറയുക എന്നത് ഖുർആന്റെ ലക്ഷ്യമായതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു കാര്യവും കൂടി മറിയമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നു, അലൈഹിസ്സലാമിയെ പറ്റി. എന്താണെന്നറിയോ? അവർ ജനിക്കുമ്പോൾ ദൈവമല്ല, ദൈവത്തിന്റെ അംശമൊന്നുമില്ല, പിന്നെയും അങ്ങനെ യാതൊന്നും ഉണ്ടായിട്ടില്ല, അവർ ആരാധിക്കപ്പെടേണ്ടവരല്ല എന്നാണ്. മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ. മറിയമിന്റെ പുത്രൻ മിശിഹ ഈസാ നബി അലൈഹി സ്വലാം ഒരു ദൂതൻ മാത്രമാണ്, മുമ്പ് പല ദൂതന്മാരും കഴിഞ്ഞു പോയിട്ടില്ലേ. ഉമ്മുഹു സിദ്ദീഖ, അവരുടെ മാതാവ് ഈ വിശ്വസ്തയായിരുന്നു, സത്യസന്ധയായ സ്ത്രീയായിരുന്നു. ഖാന യേക്കുലാനി താമ, ഇവർ രണ്ടുപേരും ആഹാരം കഴിച്ച് ജീവിച്ചിരുന്നവരാ. നിങ്ങൾ എങ്ങനെയാ ഇവരെ പറ്റി ദൈവം എന്ന് വിളിക്കുക? അപ്പോ മറിയം ഒരു ദൈവത്തിന്റെ അംശം, അങ്ങനെയൊന്നും പറയേണ്ടതില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇത്രയും ഭാഗം കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? അള്ളാഹു ഏതൊരു വ്യക്തിയെ മഹത്വപ്പെടുത്തിയോ ആ വ്യക്തി മഹാനാണ്. അത് എല്ലാ അർത്ഥത്തിലും മഹാനാണ്, ഇഹത്തിലും പരത്തിലും മഹാനാണ്. അള്ളാഹു ഏതൊരു വ്യക്തിയെ നിന്ദിച്ചുവോ ഇകഴ്ത്തിയോ, അബൂലഹബിനെ പോലെ, അയാൾ നിന്ദ്യനാണ് ഇഹത്തിലും പരത്തിലും. അപ്പം മറിയം അലൈഹിസ്സലാമിയെ കുറിച്ച് അള്ളാഹു ഈ വിശദീകരണം പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർക്കുണ്ടാവേണ്ട സ്ഥാനം അതാണ്. നാം അവരെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. മനസ്സിലൊരു പ്രാർത്ഥനയും നാം പ്രാർത്ഥിക്കും, അവരെയൊക്കെ ഒന്ന് കാണാൻ, അവരനുഭവിച്ച ത്യാഗത്തിന്റെ ആഴങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ, ഒന്ന് അറിയാനുള്ള ഭാഗ്യം നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ചുണ്ടാവേണമേ എന്ന പ്രാർത്ഥന കൂടി നമുക്കുണ്ടാവും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ആ സ്ത്രീയുടെയൊക്കെ ജീവിതത്തിന്റെ ചിത്രം എന്നതുകൊണ്ടാണ്. കഥ അത്രക്കുണ്ടാ ത്യാഗം എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ എന്താണ് പറഞ്ഞു തരുന്നത് എന്നാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ കാര്യമായി പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ജനനത്തിൽ ഒരു അസാധാരണത്വമുണ്ട്, പിതാവില്ല എന്നൊരു വിഷയം. പക്ഷേ ജനിക്കാൻ വേണ്ട 3 ഘടകങ്ങളിൽ ഒന്നേ ഇല്ലാത്തതുള്ളൂ, ബാക്കി 2ഉം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പിതാവില്ല എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ ദൈവമോ ദൈവത്തിന്റെ പുത്രനായോ പറയരുത് എന്നാണ് ഖുർആന്റെ രീതി. ആ സംസാരത്തിലേക്ക് പോകരുത്. ഇന്ന മസല ഈസാ ഇൻദല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉദാഹരണം കമസലി ആദമിനെ പോലെ. അല്ലാണ്ട് എന്താ? ഖലഖഹു മിൻ തുറാബ്, ആദം അലൈഹി ഇസ്ലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു കുൻ, നീ ഉണ്ടാവൂ എന്ന് പടച്ചവൻ കൽപ്പിച്ചു. ഫയകൂൻ, അപ്പോൾ ആദം ജീവനുള്ളവനായി മാറി. ആദം അലൈഹി ഇസ്ലാമിന് എവിടെ പിതാവ്? ആദം അലൈഹി ഇസ്ലാമിന് എവിടെ മാതാവ്? പിതാവില്ലാത്തവനൊക്കെ ദൈവത്തിന്റെ പുത്രനാവുകയാണെങ്കിൽ ആ വിശേഷണത്തിന് കൂടുതൽ അർഹത ആദം അലൈഹി ഇസ്ലാമിനല്ലേ? അതാ ഖുർആന്റെ ചോദ്യം. കാരണം ആദമിന് പിതാവുമില്ല മാതാവുമില്ല. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ മാതാവെങ്കിലും ഇല്ലേ? അപ്പൊ പിതാവില്ലാതെ ജനിച്ചവരൊക്കെ ദൈവത്തിന്റെ പുത്രനാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങൾ ആദ്യം പറയേണ്ടത് ആദമിനെ പറ്റിയല്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ആദമിനെ പറ്റി ദൈവപുത്രൻ എന്ന് പറയാത്തത്? ഇതാ ഖുർആന്റെ ചോദ്യം. പക്ഷെ പിന്നെ എന്തുണ്ടാവണം? റൂഹ് ഉണ്ടാവണം ജനിക്കാൻ. പിന്നത്തെ സൃഷ്ടിപ്പിൽ വന്നൊരു മനുഷ്യനൊക്കെ ഒരു ആത്മാവുണ്ട്, റൂഹ്. അത് അള്ളാഹു പറഞ്ഞു, റൂഹും മിന്നു, ഞാൻ നൽകാം ആ റൂഹ് എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ റൂഹ് അള്ളാഹു നൽകിയത് തന്നെയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് മാത്രമല്ല, നമ്മുടെ എല്ലാം റൂഹ് അങ്ങനെയാണ്. ആദം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, കളിമണ്ണ് കൊണ്ട് കോലമുണ്ടാക്കിയതിന് ശേഷം നാം നമ്മുടെ റൂഹ് അതിലൂതി. നമ്മുടെ റൂഹ് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ റൂഹിന്റെ ഒരു ഭാഗമെടുത്ത് ഊതി എന്നല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റൂഹ്. എന്റെയും നമ്മുടെ ശരീരത്തിലൊക്കെ നിൽക്കുന്ന റൂഹും അള്ളാഹുവിന്റെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് യാതൊന്നുമില്ല. അപ്പൊ റൂഹ് വേണം ഒരാൾ ജനിക്കാൻ, അതുണ്ട്. ഇനി വേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഒരു ഉത്തരവ് വേണം, ഉണ്ടാവണം, അതുണ്ട്. കെലിമത്തും മിൻഹു, അതാണ് പടച്ചവനൊരു വചനം പറഞ്ഞു, ഉണ്ടാവൂ എന്ന വചനം പറഞ്ഞു, അപ്പൊ ഉണ്ടാവുകയും ചെയ്തു. ഇനി നമ്മുടെയൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തില് പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നത് അത്ര വിദൂരമല്ല ബുദ്ധിപരമായി. ഏതെങ്കിലും ഒരു ജീവിയുടെ, മനുഷ്യന്റെ ഒരു സെല്ലിന്റെ ഒരു ഭാഗം കിട്ടിയാൽ അതുകൊണ്ട് അതേ സ്വഭാവമുള്ളൊരു മനുഷ്യനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചെത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പിതാവില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് പറയുമ്പോഴേക്ക് അസംഭവ്യം എന്ന് പറയേണ്ടതില്ല, സംഭവ്യമാണ്. പക്ഷെ അതൊരു മനുഷ്യന്റെ ജന്മം മാത്രമാണ്.
മനുഷ്യജന്മം മാത്രമാണ്, അവിടെ ദൈവാംശമോ ദൈവപുത്രൻ അംശമോ ഉണ്ടാവേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ കാര്യമായി ഖുർആൻ എടുത്തു പറയുന്നത്